afternoon, girls. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നെർവസ് സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരുന്നത് റാബിറ്റിൻ്റെ. അതിൻ്റെ ബാക്കി ഭാഗമാണ് ദാറ്റ് ഈസ് ദ സെൻസ് ഓർഗൻ. രണ്ട് സെൻസ് ഓർഗൻസേ ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാനുള്ളൂ. ദ ഇയർ ആൻഡ് ദ ഐ സ്ട്രക്ചർ. അത് രണ്ടും മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഇയർ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇയറിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹിയറിങ്ങിനും സഹായിക്കുന്നുണ്ട്, പിന്നെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനും ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻ്റനൻസിനും സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഇയർ എന്ന് പറയുന്നത്. ആസ് യു സീ ഓവർ ഹിയർ, ഇറ്റ് കംപ്രൈസസ് ഓഫ് 3 parts: the outer ear, middle ear and the inner ear. ഔട്ടർ ഇയറിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഔട്ടർ ഇയറിൽ വരുന്ന ഭാഗം ഏതാ? ദ എക്സ്റ്റേണൽ ഇയർ അഥവാ പിന്ന വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓഡിറ്ററി കനാൽ അഥവാ ഇയർ കനാൽ, ഓഡിറ്ററി ട്യൂബ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് നമ്മൾ എക്സ്റ്റേണൽ ഇയറിലൂടെ കയറുന്നത് കനാൽ വഴി പോയി ഇയർ ഡ്രമ്മിനെയാണ് അഥവാ ടിംപാനത്തിനെയാണ് ഇവിടെ കാണിച്ചേക്കുന്ന ഡിവിഷൻ. അവിടെ പോയി ഇടിക്കുന്നു. ആ ഇടിക്കുന്ന സൗണ്ട് വേവ്സിനെ പിക്കപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ കാണുന്നതാണ് എന്താണ്? ഇയർ ഓസിക്കിൾസിനെയാണ് മിഡിൽ ഇയറിൽ കാണുന്നത്. 3 എണ്ണം ഉണ്ട്: മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്സ്. സ്റ്റേപ്സ് ആണ് ഏറ്റവും കുഞ്ഞ് ഇയർ ഓസിക്കിൾ. മാലിയസ് ആണ് ഈ ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംപാനുമായിട്ട് ഏറ്റവും ചേർന്നിരിക്കുന്ന. മാലിയസ് ഇയർ ഡ്രമ്മുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ ആ പോയിന്റിലൊരു അപ്പർച്ചർ കാണുന്നുണ്ട്. ആ അപ്പർച്ചറിനെയാണ് ഏറ്റവും മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് മാലിയസ് ആണ് ടിംപാനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഇയർ ഓസിക്കിൾ. ഇനി സ്റ്റേപ്സ് ആണ് മിഡിൽ ഇയറിലെ ഏറ്റവും ഉള്ളിൽ കാണുന്ന സ്മോളസ്റ്റ് ഇയർ ഓസിക്കിൾ എന്ന് പറയുന്നത് സ്റ്റേപ്സ് ആണ്. സ്റ്റേപ്സ് ഇന്നർ ഇയറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ പോയിന്റിൽ ഇവിടെ ഒരു ഒരു മെംബ്രെയിൻ പോലെ ഉണ്ട്. സ്റ്റേപ്സ് ഇന്നർ ഇയറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു അപ്പർച്ചർ, ഒരു ദ്വാരം കാണുന്നുണ്ട്. അതിനെ ഫെനസ്ട്ര ഓവാലിസ് എന്ന് പറയുന്നു. ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ ആ ഭാഗത്തായിട്ടാണ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ആ അപ്പർച്ചർ കാണുന്നത്. ഓക്കെ, ഇയർ ഓസിക്കിൾസ് ആണ് ഈ കനാൽ വഴി വരുന്ന സൗണ്ട് വേവ്സിനെ പിക്കപ്പ് ചെയ്ത് ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഇന്നർ ഇയറിൽ സംഭവിക്കുന്ന ആംപ്ലിഫൈ ചെയ്ത് പെർസീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്നർ ഇയറിൽ സംഭവിക്കുന്നത്. ഇന്നർ ഇയറിൽ എന്തൊക്കെയുണ്ട്? ഇന്നർ ഇയറിൽ കാണുന്നൊരു മെംബ്രേനിയസ് ലാബ്രിന്ത് കാണുന്നുണ്ട്. മെംബ്രേനിയസ് ലാബ്രിന്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഈ മെംബ്രേനിയസ് ലാബ്രിന്ത് ഇതെല്ലാം ചേർന്നതാണ് മെംബ്രേനിയസ് ലാബ്രിന്ത് എന്ന് പറയുന്നത്. മെംബ്രേനിയസ് ലാബ്രിന്ത് ഒരു ബോണി ഓഡിറ്ററി ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ആണിതിനെ കാണുന്നത്. ഈ മെംബ്രേനിയസ് ലാബ്രിന്ത് ഇതിന് 2 ഭാഗങ്ങളാണുള്ളത്. അതായത് ഡോർസൽ പാർട്ട് ഇസ് കോൾഡ് യൂട്രിക്കുലസ്. ആ യൂട്രിക്കുലസിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തായിട്ട് വരും യൂട്രിക്കുലസ്. യൂട്രിക്കുലസിൻ്റെ അവിടെ നിന്നാണ് എൻസിൽ നിന്നാണ് ഈ 3 സെമി സർക്കുലർ കനാൽസും വരുന്നത്. ഇനി വെൻട്രൽ പാർട്ടാണ് ഇവിടെ കാണുന്ന നമ്മുടെ സാക്യുലസ് എന്ന് പറയുന്ന ഭാഗം ആണ് വെൻട്രൽ പാർട്ട് ഓഫ് ദ മെംബ്രേനിയസ് ലാബ്രിന്ത്. മെംബ്രേനിയസ് ലാബ്രിന്ത് 2 പാർട്ട് ചേർന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്: ഡോർസൽ യൂട്രിക്കുലസ് ആൻഡ് ദ വെൻട്രൽ സാക്യുലസ്. യൂട്രിക്കുലസിൽ നിന്ന് അതിൻ്റെ എൻസിൽ നിന്ന് വരുന്നതാണ് ഈ 3 സെമി സർക്കുലർ കനാൽസ്. ഓക്കെ, സാക്യുലസിൻ്റെ ഭാഗത്തു നിന്ന്, സാക്യുലസിൻ്റെ എൻഡിൽ നിന്ന് റൈസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കോക്ലിയർ ഡക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ടൊരു ഓർഗൻ ഓഫ് കോർട്ടായി കാണുന്നുണ്ട്. ഈ സൗണ്ട് വൈബ്രേഷൻസ് പിക്ക് ചെയ്യാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സെൽസാണ് ഓർഗൻ ഓഫ് കോർട്ടിയിൽ കാണുന്നത്. ഓർഗൻ ഓഫ് കോർട്ടിയുടെ കുറച്ച് നോട്ട്സ് ആയിട്ട് ഇൻ ദ ഫോളോയിങ് ഡേയ്സ് ഐ വിൽ upload it. Okay, so this is it about the ear, structure of the
റാബിറ്റ് ഇയർ. അപ്പം ഇവിടെ വരെ നമ്മുടെ ഓഡിറ്ററി നെർവ്സ് ഒക്കെ എങ്ങോട്ടാണ് വന്ന് ചേരുന്നത്. അപ്പോൾ ആംപ്ലിഫൈഡ് സിഗ്നൽ അത് പ്രൊസസ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ് കോക്ലിയയിൽ നിന്നാണ് നെർവിലേക്ക് അതിൻ്റെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. യൂസ്റ്റേഷ്യൻ ട്യൂബ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ സ്ട്രക്ചർ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫൈൻ. ഇനി നമ്മൾ നമ്മുടെ ഐ സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. അതൊരു എനിക്ക് കിട്ടിയ ഒരു പിക്ചർ കമ്പാരിറ്റീവ്ലി ലിറ്റിൽ സ്മോൾ, ബട്ട് മനസ്സിലാക്കാൻ അത് മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആസ് വി സെഡ്, സെൻസ് ഓർഗൻസിൽ പെട്ടതാണ് നമ്മുടെ ഇയർ കഴിഞ്ഞു. ഇനി ഐയിലേക്കാണ് നീങ്ങുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മളിൽ എന്ന പോലെ, അതായത് ബാക്കി മാമൽസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ എന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ സിമിലർ പാറ്റേൺ ആണ് റാബിറ്റിൻ്റെയും സെൻസ് ഓർഗൻസ്. അതായത് ഇയറും ഐസും സ്കിന്നും നോസും ടങ്ങും 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ റാബിറ്റിനും അപ്രകാരം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ സ്കിന്നിലുള്ള റിസെപ്റ്റേഴ്സിനെ ക്യൂട്ടേനിയസ് റിസെപ്റ്റേഴ്സ്, ടങ്ങിലുള്ളതിന് ഗസ്റ്റേറ്റോ റിസെപ്റ്റേഴ്സ്, നോസിലുള്ളതിന് ഓൾഫാക്ടോ റിസെപ്റ്റേഴ്സ്, ഐയിലുള്ളതിന് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആൻഡ് ഇയറിലുള്ളതിന് സ്റ്റാറ്റോ അക്കൗസ്റ്റിക് റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ആ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. ഐൻ്റെ സ്ട്രക്ചർ, റാബിറ്റിൻ്റെ ഐ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ഐസിനെ കാണുന്ന എവിടെയായിട്ടാണ്? നമ്മുടെ ഹെഡിൽ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട് അല്ലേ. ഓർബിറ്റിനെ വെക്കാനുള്ള ഓർബിറ്റ് ഭാഗമുണ്ട്. ആ ഭാഗത്തായിട്ടാണ്, ഹെഡിൻ്റെ ഐദർ സൈഡിലായിട്ടാണ് ഐ ബോൾസ് കാണുന്നത്. ആൻഡ് ദ ഐ ഹാസ് ഗോട്ട് 3 coats, 3 കവറിങ്സ് കാണുന്നുണ്ട്. ഇവിടെ ഇഫ് യു കെൻ സീ over here, outermost is a sclerotic coat, middle choroid coat and the innermost retina കാണുന്നുണ്ട്. ഏറ്റവും പുറമേ ഉള്ളത് സ്ക്ലിറോട്ടിക്, അത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തേക്കുന്ന ഡാർക്കായിട്ടുള്ള ഭാഗം കാണിച്ചേക്കുന്ന കൊറോയിഡ്, അത് കഴിഞ്ഞ് ഉള്ളിലുള്ള റെറ്റിന. ഓക്കെ, ഈ സ്ക്ലിറോട്ടിക് കോട്ട് ഫൈബ്രസ് ടിഷ്യൂ, ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ സ്ക്ലിറോട്ടിക് കോട്ട് ഐൻ്റെ ഫ്രണ്ട് പോർഷൻ ആകുമ്പോഴത്തേക്കും, ഓക്കെ, സ്ക്ലിറോട്ടിക് കോട്ട് ഐൻ്റെ ഫ്രണ്ട് പോർഷൻ ആകുമ്പോഴത്തേക്കും മുന്നിൽ ഈ സ്ക്ലിറോട്ടിക് കോട്ടാണ് മുന്നിൽ വരുമ്പോഴത്തേക്കും അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോർണിയ എന്ന പാർട്ട് ഫോം ചെയ്യുന്നത്. സ്ക്ലിറോട്ടിക് കോട്ട് ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്കും ട്രാൻസ്പെറൻ്റ് ആയി മാറുന്നു, കോർണിയ എന്ന ഭാഗമായി മാറുന്നു. ഈ കോർണിയനെ കവർ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു തിൻ, ഡെലിക്കേറ്റ് ആയിട്ടുള്ള തിൻ, വീണ്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ലെയർ കോർണിയയുടെ മുകളിൽ നമുക്കൊരു തിൻ ലെയർ കാണാം. കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന ഒരു ലെയർ. അവിടെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് നമ്മൾ പറയും. ഇനി നെക്സ്റ്റ് ലെയർ കോറോയിഡ് ലെയർ ആണ്, ഔട്ടർമോസ്റ്റ് ലെയർ. ഇത് മിഡിൽ ലെയർ ആണ്, കോറോയിഡ് ലെയർ, സ്ക്ലിറോട്ടിക് ലെയർ ആണ് ഔട്ടർമോസ്റ്റ് ലെയർ. അതിൻ്റെ മുന്നിലത്തെ പാർട്ടിനെയാണ് കോർണിയ എന്ന് വിളിക്കുന്നത്. കോർണിയയുടെ മുകളിലൂടെ വീണ്ടും ഒരു തിൻ ട്രാൻസ്പെറൻറ്റ് ലെയർ ഉണ്ട്, അതിനെയാണ് കൺജങ്ക്റ്റൈവ എന്ന് വിളിക്കുന്നത്. ദ നെക്സ്റ്റ് മിഡിൽ ലെയർ ഇസ് ദ കോറോയിഡ് ലെയർ. അത് വാസ്കുലർ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. അവിടെയാണ് നമ്മുടെ ബ്ലഡ് സപ്ലൈസ് ഒക്കെ പോകുന്നത്, ഈ കോറോയിഡ് ലെയറിലൂടെയാണ്. ഇതിൻ്റെ മുൻഭാഗം കോറോയിഡ് ലെയറിൻ്റെ മുൻഭാഗം ദാറ്റ് ഈസ് ഓൾസോ സ്വോളൻ, ലിറ്റിൽ ബിറ്റ് കണ്ടോ ഇവിടെ സ്വോളൻ ആയിട്ടായിരിക്കണം, ഇച്ചിരി വീങ്ങിയിരിക്കണം. 2 സൈഡിലും ആ ബ്ലാക്ക് ആയിട്ടുള്ള റീജിയൻ്റെ ഈ സൈഡ് നോക്കിയാൽ മുന്നിലത്തെ ഈ റീജിയൻസ് ഇച്ചിരി വീങ്ങിയിരിക്കുന്ന, ആ വീങ്ങിയ ഭാഗത്തിനെ സീലിയറി ബോഡി എന്ന് വിളിക്കുന്നു. അറ്റാച്ച് ചെയ്യുന്ന മസിൽസിനെ സീലിയറി മസിൽസ് എന്നും പറയുന്നു. ഈ സീലിയറി ബോഡിയുടെ മുന്നോട്ട് തെറിച്ച് നിൽക്കുന്ന ആ ഫ്ലാപ്പ് പോലത്തെ റീജിയനെയാണ്, ആ കറുത്ത ഭാഗം മുന്നോട്ട് തെറിച്ച് നിൽക്കുന്ന ഫ്ലാപ്പ് പോലത്തെ റീജിയൻ, അത് മസ്കുലർ ഫ്ലാപ്സ് ആണ്. അതിനെയാണ് ഐറിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ 2 ഐറിസിൻ്റെ ഇടയ്ക്കുള്ള പോയിൻറ്റിനെയാണ്, അല്ലെങ്കിൽ ആ റീജിയനെയാണ് പ്യൂപ്പിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ ഐറിസിൻ്റെ തൊട്ട് പുറകിലായിട്ട് 2 ഫ്ലാപ്പ് പോലത്തെ സ്ട്രക്ചറിനെയാണ് ഐറിസ് എന്ന് അറിയപ്പെടുന്നത്.
ഐറിസിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ ലെൻസ്, ബൈകോൺവെക്സ് ലെൻസ് കാണുന്നത്. ഈ ലെൻസിനെ ഐൻ്റെ വോളിലേക്ക് പിടിച്ച് വലിച്ചു നിർത്തിയേക്കുന്ന സെൻസറി ലിഗമെൻറ്റ്സ് ഉണ്ട്. സെൻസറി ലിഗമെൻറ്റ്സ് ആണ് ലെൻസിനെ അതിൻ്റെ പൊസിഷനിൽ നിർത്താൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പം മിഡിൽ കോറോയിഡ് ലെയറിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കോറോയിഡ് ലെയറായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു? ഐറിസ് പറഞ്ഞു, പിന്നെ സീലിയറി ബോഡി പറഞ്ഞു, സീലിയറി മസിൽസ് പറഞ്ഞു, ബൈകോൺവെക്സ് ലെൻസ് ആൻഡ് സെൻസറി ലിഗമെൻറ്റ്സ്, അത്രയും കാര്യങ്ങളാണ് കോറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനമോസ് ലെയർ ഓഫ് ദി ഐ, ദാറ്റ് ഈസ് ദ റെറ്റിന, അവിടെയാണ് ഫോട്ടോ റിസെപ്റ്റർ സെൽസായ റോഡ്സ് ആൻഡ് കോൺസ് കാണുന്നത്. ഇനി ദ ഐബോൾ ഹാസ് 2 ക്യാവിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഐബോളിൻ്റെ ഉള്ളിൽ ക്യാവിറ്റി കണ്ടേ, ഫ്രീ സ്പേസ് കാണുന്നുണ്ട് അല്ലേ? ആ സ്പേസിനാണ് നമ്മൾ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. അതിൽ ലെൻസിന് മുന്നിലുള്ള, ലെൻസിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാവിറ്റി ഒരു കുഞ്ഞു ക്യാവിറ്റിയാണ്, അതിനെ അക്വസ് ചേംബർ എന്ന് വിളിക്കുന്നു. ലെൻസിൻ്റെ പുറകിലുള്ള ക്യാവിറ്റി അത് ഇച്ചിരി ഇങ്ങനെ വലിയ ലാർജ് ക്യാവിറ്റിയാണ്, അതിനെ വിട്രിയസ് ചേംബർ എന്ന് വിളിക്കുന്നു. അക്വസ് ചേംബറിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ അക്വസ് ഹ്യൂമർ എന്നും വിട്രിയസ് ചേംബറിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ വിട്രിയസ് ഹ്യൂമർ എന്നും അറിയപ്പെടുന്നു. ഇനി റാബിറ്റിൻ്റെ വിഷൻ എന്ത് തരം വിഷനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മോണോക്കുലർ വിഷൻ. നമുക്കൊക്കെ ഉള്ളത് ബൈനോക്കുലർ വിഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് 2 കണ്ണിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഇമേജ്, ഏത് ഇമേജാണോ നമ്മൾ കാണുന്നത്, 2 കണ്ണിൻ്റെയും കാഴ്ചകൾ അത് ഓവർലാപ്പായിട്ട് ഒരു ഇമേജാണ് നമ്മൾ കാണുന്നത്. വെവ്വേറെ കാഴ്ചകൾ ഓരോ കണ്ണിലും നമുക്ക് അറ്റ് എ ടൈം കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റാബിറ്റ് അവർക്ക് മോണോക്കുലർ വിഷനാണുള്ളത്. അതായത് 2 കണ്ണിൻ്റെയും കാഴ്ചകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യത്തില്ല. ഒരു കണ്ണ് ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകൾ കാണുവാണെങ്കിൽ മറ്റേ കണ്ണ് ചിലപ്പോൾ റൈറ്റ് സൈഡിലെ കാഴ്ചകളായിരിക്കും കാണുന്നത്. ആ കാണുന്ന കാഴ്ചകൾ ഓവർലാപ്പ് ചെയ്തൊന്നുമല്ല അവർ കാണുന്നത്. വെവ്വേറെ കാഴ്ചകൾ അവർക്ക് അറ്റ് ദ സെയിം ടൈം കാണാൻ പറ്റുമെന്ന് സാരം. ഓക്കെ, ഇപ്പോൾ മോണോക്കുലർ വിഷനാണ് റാബിറ്റ്സിൽ കാണുന്നത്. ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.